ഈസ്റ്റേൺ മാജിക് അവനിലേക്ക് സ്വാഗതം. മാജിക് അവനിലൂടെ പലതരം വിഭവങ്ങൾ നമ്മൾ പരീക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ്. പ്രത്യേകിച്ച് എന്ത് പറയണ്ടേ, ഇപ്പോൾ പുഡിങ്സിൻ്റെ കാര്യത്തിലാണെങ്കിലും നോൺ വെജിറ്റേറിയൻ ആണെങ്കിലും ഇങ്ങനെ മാറി മാറിയാണ് നമ്മൾ പല വിഭവങ്ങളും പരീക്ഷിക്കുന്നത്. പുഡിങ്സ് എന്ന് പറഞ്ഞാൽ സ്ത്രീകൾക്ക് ഏറ്റവും ഇഷ്ടമുള്ളൊരു കാര്യമാണ്. എനിക്ക് തോന്നുന്നു, ഞാൻ പലപ്പോഴും എനിക്ക് തോന്നിയിട്ടുള്ളതാണ്, കൂടുതൽ വ്യത്യസ്തമായ പുഡിങ്ങുകൾ തയ്യാറാക്കുമ്പോൾ ഒരു സ്വീകാര്യത കൂടുതലാണെന്ന് തോന്നാറുണ്ട്. അതേസമയം 4 മണി പലഹാരവും അതുപോലെ പേസ്ട്രീസ് ഇങ്ങനെയുള്ള കാര്യങ്ങൾക്കും വലിയ ഡിമാൻഡാണ്. അപ്പോൾ ഇന്നിപ്പോൾ നമ്മൾ ചെയ്യാൻ പോകുന്ന ആദ്യത്തെ ഐറ്റം എന്ന് പറഞ്ഞാൽ ഡോണട്ടാണ്. ഡോണട്ട് എന്ന് പറഞ്ഞാൽ സാധാരണയായിട്ട് നമുക്ക് വേണമെങ്കിൽ പറയാം അതൊരു വിദേശ വിഭവമാണ്. 2 തരം ഡോണട്ട്സ് ഉണ്ട്. ഡോണട്ട്സ് സാധാരണയായിട്ട് ഏറ്റവും കൂടുതൽ കാണുന്ന ഫ്രൈഡ് ആയിട്ടുള്ള ഡോണട്ട്സ് ആണ്. അത് തന്നെ പല വ്യത്യസ്തമായ ഷേപ്പിൽ സൈസിൽ റിംഗ് ഡോണട്ട്സ് ഉണ്ട്. ഇങ്ങനെ നടുക്കൊരു ചെറിയൊരു ഹോളൊക്കെയുള്ള ഒരു റിങ്ങിൻ്റെ ആകൃതിയിൽ അങ്ങനത്തെ ഡോണട്ട്സ് ഉണ്ട്, ഫ്രൈഡ് ഡോണട്ട്സ്. അത് തന്നെ പലതരം ടോപ്പിങ്സ്, പലതരം ടിപ്സ്, എന്താ പറയുക, ഫില്ലിങ്, ഇങ്ങനെ പല കാര്യങ്ങളുണ്ട്. പിന്നെ ഉരുണ്ട ഷേപ്പിലുള്ള ഡോണട്ട്സ് ഉണ്ട്. ഇങ്ങനെ പലതരം വ്യത്യസ്തമായ ഫില്ലിങ് ഒക്കെ വെച്ചിട്ടുള്ള ഡോണട്ട്സ് ഉണ്ട്. അപ്പം നമ്മളിപ്പോൾ ചെയ്യാൻ പോകുന്നത് ഒരു ഫ്രൈഡ് ഡോണട്ടാണ്. റിംഗ് ഷേപ്പ് അല്ല, റൗണ്ട് ഷേപ്പാണ്. അതിൽ കുറച്ച് ജാം ഫില്ലിങ് എല്ലാം കൊടുത്തിട്ട് ചെയ്യാൻ പോവുകയാണ്. ഏറ്റവും എളുപ്പം നമുക്ക് വീട്ടിൽ തന്നെ ചെയ്യാൻ സാധിക്കും. അത് എങ്ങനെയാണ് ചെയ്യുന്നത് നോക്കാം. ഇതിനകത്ത് ചേരുവകൾ എന്തൊക്കെയാണെന്ന് നോക്കാം. പശുവിൻ പാൽ 1.5 കപ്പ്, വെണ്ണ 100 ഗ്രാം, പഞ്ചസാര 1/4 കപ്പ്, മുട്ട 4 എണ്ണം, ഈസ്റ്റ് 2 ടീസ്പൂൺ, മൈദമാവ് 6 കപ്പ്, ഉപ്പ് 1/4 ടീസ്പൂൺ, എണ്ണ വറുക്കാൻ ആവശ്യമായത്. അപ്പം നമുക്ക് ഡോണറ്റ്സ് തയ്യാറാക്കി തുടങ്ങാം. അപ്പോൾ ആദ്യം ഡോണറ്റ്സ് തയ്യാറാക്കുന്നതിന് മുന്നേ അതിന് വേണ്ടിയിട്ടൊരു ഡോ, അതായത് ഒരു മാവ് തയ്യാറാക്കണം. നമ്മൾ ചപ്പാത്തിക്കെല്ലാം കുഴയ്ക്കുന്ന മാതിരി ഒരു മാവ് കുഴച്ചെടുക്കണം. പക്ഷേ അതിന് 1-2 കാര്യങ്ങൾ കൂടി ഉണ്ട്. അത് ആദ്യത്തെ കാര്യം, പാലും വെണ്ണയും കൂടി ചേർത്ത് നമ്മൾ ഉരുകാനായിട്ട് വയ്ക്കണം. അതായത് പാലൊന്ന് തിളയ്ക്കണം, അല്ലെങ്കിൽ നന്നായിട്ടൊന്ന് ചൂടാകണം. അതിനോടൊപ്പം തന്നെ വെണ്ണയും ഉരുകി കിട്ടണം. ഒരു പാത്രത്തിലേക്ക് ഒരു 1.5 കപ്പ് പശുവിൻ്റെ പാൽ, ഞാൻ അളന്ന് വെച്ചതാണ് 1.5 കപ്പ് പശുവിൻ പാൽ. അതിൻ്റെ കൂടെ ഒരു 100 ഗ്രാം വെണ്ണ, 100 ഗ്രാംസ് ബട്ടർ, അതായത് 100 ഗ്രാം വെണ്ണയും കൂടി യോജിപ്പിച്ച് ഇങ്ങനെ വെക്കുകയാണ്. ഇനി ഇത് ചൂടായി തുടങ്ങുമ്പോൾ വെണ്ണ ഇങ്ങനെ ഉരുകി വരും. ഉരുകി ഈ പാലിൻ്റെ കൂടെ ഇങ്ങനെ മിക്സ് ആയി വരും. പക്ഷേ ഇത് ഫ്ലോട്ട് ചെയ്ത് കിടക്കുകയുള്ളൂ, വെണ്ണ ഇതിൻ്റെ കൂടെ യോജിച്ച് വരുമൊന്നുമില്ല. പക്ഷേ ഇത് നന്നായിട്ട് ഉരുകി കിട്ടും. അപ്പോൾ ആ ഒരു മിശ്രിതം, അതാണ് ആദ്യം നമ്മൾ ചെയ്യാൻ പോകുന്നത്. അത് കഴിഞ്ഞാൽ അതിലേക്ക് ഒരു 1/4 കപ്പ് പഞ്ചസാര, അത് പൊടിച്ച പഞ്ചസാര ആകാം, അല്ലെങ്കിൽ സാധാരണ ഗ്രാന്യൂൾസ് നമ്മൾ ഉപയോഗിക്കുന്ന തരി പഞ്ചസാര, ഏതാണെങ്കിലും കുഴപ്പമില്ല. അപ്പോൾ വെണ്ണ മുഴുവൻ 100 ഗ്രാം വെണ്ണയും ഉരുക്കി കഴിഞ്ഞിരിക്കുകയാണ്. അപ്പോൾ പാല് നല്ല ചൂടായി, ഏതാണ്ടൊരു ബോയിലിംഗ് സ്റ്റേജ് എത്തി, അതായത് തിളയ്ക്കുന്ന ഒരു പാകത്തിലേക്ക് ഏകദേശം മാറിക്കഴിഞ്ഞു. ഇനി നമുക്ക് തീ ഓഫ് ചെയ്യാം. എന്നിട്ട് ഈ 1/4 കപ്പ് പഞ്ചസാര, 1/2 മുതൽ 1/4 കപ്പ്, ഇപ്പം ഞാനിപ്പോൾ 1/4 കപ്പ് ചേർക്കുന്നു. അപ്പോൾ ഈ പാൽ, വെണ്ണ, പഞ്ചസാര മിശ്രിതം ഞാൻ വേറൊരു പാത്രത്തിലേക്ക് മാറ്റാൻ പോവാണ്. ഇനി ഈ പാത്രത്തിൽ വെച്ച് തന്നെ നമുക്കിങ്ങനെ ഇളക്കി കൊടുക്കാം. അത് കഴിഞ്ഞിട്ട് അതിലേക്ക് നമ്മൾ ഈസ്റ്റ് ചേർക്കും, ഒരു 2 ടീസ്പൂൺ ഈസ്റ്റ്. അത് കഴിഞ്ഞിട്ട് പിന്നെയും ഒരു കാര്യം ചെയ്യാനുണ്ട്, എന്തായാലും ഇതൊന്ന് തണുക്കട്ടെ. അപ്പോൾ നമ്മുടെ പാൽ മിശ്രിതം, അതായത് 1.5 കപ്പ് പാല്, പിന്നെ 100 ഗ്രാം വെണ്ണ, ഒരു 1/4 കപ്പ് പഞ്ചസാര, ഇത് 3ഉം കൂടി ചേർത്തിട്ട് നമ്മൾ യോജിപ്പിച്ച് കഴിഞ്ഞു. പാല് ചൂടാക്കി അതിന് വെണ്ണയും കൂടി ചേർത്തിട്ടാണ് ചൂടാക്കിയത്. വെണ്ണ നന്നായിട്ട് ഉരുകി അതിൽ പഞ്ചസാര ചേർത്തിട്ട് നന്നായിട്ട് ഇളക്കി ഒരു 1/4 ഭാഗത്തോളം തണുത്ത് കഴിഞ്ഞു. ചെറു ചൂട് മാത്രമേ ഉള്ളൂ. ഇപ്പോൾ ഇനി നമ്മൾ ചെയ്യാൻ പോകുന്ന കാര്യങ്ങൾ നോക്കിയപ്പോഴോ എന്തൊക്കെയാണെന്ന്, 4 മുട്ട, അതാണ് പ്രധാനമായിട്ട് ചേർക്കുന്നത്. പിന്നെ 2 ടീസ്പൂൺ ഈസ്റ്റ്. അപ്പോൾ ഈസ്റ്റ് നമുക്ക് ആദ്യമേ തന്നെ വേണമെങ്കിൽ ഇതിലേക്ക് ചേർക്കാം. ചെറു ചൂടായിട്ടിരിക്കുകയാണ്, അപ്പോൾ അതിലേക്ക് ഈസ്റ്റും കൂടി ചേർത്ത്. ഇത് ഞാൻ അളന്ന് വെച്ചാണ് 2 ടീസ്പൂൺ ഈസ്റ്റ്. 4 മുട്ട ഒരു പാത്രത്തിലേക്ക് പൊട്ടിച്ച് ഒഴിക്കും. എന്നിട്ട് ഒരു ഫോർക്ക് കൊണ്ട്, അല്ലെങ്കിൽ ഒരു സ്പൂൺ, സാധാരണ സ്പൂൺ കൊണ്ട് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്യാം. നന്നായിട്ടൊന്ന് ഉടഞ്ഞാൽ മാത്രം മതി മുട്ടയുടെ മഞ്ഞ വെള്ളയൊക്കെ ഒന്നിച്ച് യോജിച്ച് കിട്ടും. ഇനി നമ്മൾ ഈ ഈസ്റ്റും കൂടി ചേർത്ത് വെച്ചിരിക്കുന്ന പാൽ മിശ്രിതം, 2 ടീസ്പൂൺ ഈസ്റ്റാണ് ചേർത്തത്. ഈ 4 മുട്ട പൊട്ടിച്ച് ഉടച്ചതും കൂടി ചേർക്കാം. 4 മുട്ട ഉടച്ചതും കൂടി ഇതിനകത്തേക്ക് ചേർത്ത് കഴിഞ്ഞു. നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തിട്ട് ചേർത്തു. അപ്പോൾ ഇതും ആ പാലിൻ്റെ കൂടെ അപ്പോൾ ഇച്ചിരി കൂടെ ഒരു തിക്നെസ്, അല്ലെങ്കിൽ ഒരു കൊഴുപ്പ് വന്നിട്ടുണ്ട്. ഒരല്പം ഉപ്പ് കൂടി ചേർക്കാം. അപ്പോൾ എല്ലാ കാര്യങ്ങളും
യോജിപ്പിച്ച് കഴിഞ്ഞ് ഇനി ഒരു കാര്യം ബാക്കിയുണ്ട്, അതെന്താണ്? മൈദമാവ്. അപ്പോൾ ഡോണറ്റ്സ് നമ്മളിപ്പോൾ മൈദമാവിലാണ് തയ്യാറാക്കുന്നത്. അപ്പോൾ മൈദമാവ് അളന്ന് വയ്ക്കുക, ഒരു 6 കപ്പോളം അളന്ന് വയ്ക്കുക. അപ്പോൾ ഒരു 6 കപ്പ് മൈദമാവ് അളന്ന് വെച്ചതാണ്. ഇതിനകത്തേക്ക് നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന പാൽ മിശ്രണം. ആദ്യം നമ്മൾ തടി കൊണ്ടൊന്ന് ഇളക്കാം. അത് കഴിഞ്ഞിട്ട് കൈ കൊണ്ട് നന്നായിട്ട് യോജിപ്പിച്ച് ചപ്പാത്തിക്കെല്ലാം കുഴക്കുന്ന മാതിരി കുഴക്കണം. നല്ല സോഫ്റ്റ് ആയിട്ടുള്ളൊരു ഡോ ആയിട്ടാണ് കുഴച്ചത്. ശരിക്കും നന്നായിട്ട് കുഴച്ച് കഴിഞ്ഞു. സോഫ്റ്റ് ആയിട്ടുള്ളൊരു ഡോ ആയിട്ട് മാറിക്കഴിഞ്ഞു. നല്ല ബലം ഉപയോഗിച്ച് തന്നെ ചെയ്യാം. ഒരു സ്ഥലത്തേക്ക് ഒതുക്കി മാറ്റി വയ്ക്കുക. പാത്രം ഒന്ന് അടച്ച് പറ്റുമെങ്കിൽ ഒരു നനഞ്ഞ തുണി വെച്ചിട്ട്, നനഞ്ഞ വെള്ള തുണി പിഴിഞ്ഞ് അതിൻ്റെ മുകളിലിട്ട് വയ്ക്കുക, അല്ലെങ്കിൽ ഒരു അടപ്പ് വെച്ച് അടച്ചിട്ട് മാറ്റി വയ്ക്കുക. 1 മണിക്കൂർ സമയം കഴിയുമ്പോൾ ഇതിങ്ങനെ പൊങ്ങി ഏതാണ്ട് ഈ പാത്രത്തിൻ്റെ അത്ര പൊങ്ങാവും, ഡബിൾ സൈസ് ആകും. അത് കഴിഞ്ഞിട്ടാണ് നമ്മൾ ഡോണറ്റ്സ് തയ്യാറാക്കുക. അപ്പോൾ എന്തായാലും 1 മണിക്കൂർ വെയിറ്റ് ചെയ്യുക. അപ്പോൾ നമ്മുടെ ഡോണറ്റിന് വേണ്ടി നമ്മൾ കുഴച്ച് വെച്ച മാവ് ഡോ ഏതാണ്ട് 1 മണിക്കൂർ സമയം കഴിഞ്ഞു. ഇനി നമുക്കൊന്ന് അത് ഞാൻ എന്താ പറയുക, ഒരു പ്ലേറ്റ് വെച്ച് അടച്ചു വെച്ചിരിക്കുമായിരുന്നു. ഇതെന്താണെന്ന് ഇത്രയ്ക്ക് ഡബിൾ ദ സൈസായി. പിന്നെ ഡബിൾ ദ സൈസ് എന്ന് പറഞ്ഞാൽ ഇത് പ്രൂവ് ചെയ്യാൻ വെക്കാമെന്നാണ് നമ്മളിതിന് പറയുന്ന വാക്ക്. അതിങ്ങനെ എന്താ പറയുക, അതൊന്ന് ഡബിൾ ആകാൻ വേണ്ടിയിട്ട്, അത് ഈസ്റ്റിൻ്റെ പ്രവർത്തനം കൊണ്ടാണ് ഇതിങ്ങനെ ബൾ പോലെ ഇങ്ങനെ പൊങ്ങി വന്നിരിക്കുന്നത്. ഒന്ന് കൈകൊണ്ട് ഒന്ന് അമർത്തി കൊടുത്താൽ അത് താഴേക്ക് പോകും. എന്തായാലും അമർത്തുന്നതിന് മുമ്പ് ഒരു കാര്യം കൂടി ചെയ്യാം. അടുപ്പ് കത്തിച്ചിട്ട് കുറച്ച് എണ്ണ ചൂടാക്കാനായിട്ട് വെക്കാം. ഏതെങ്കിലും തരം റിഫൈൻഡ് ഓയിൽ. കാര്യം നമ്മളിത് ഫ്രൈഡ് ഡോണറ്റ്സ് ആണ് തയ്യാറാക്കുന്നത്. റിംഗ് ഷേപ്പ് അല്ല, ബോൾ ഷേപ്പ്. കണ്ടല്ലോ, ഞാൻ ഇനി ഇതിനെ അമർത്തി ഒന്ന് കുഴയ്ക്കാൻ പോകണം. അപ്പോൾ ഈ പൊങ്ങിയിരിക്കുന്ന നമ്മുടെ മാവ് താഴാൻ പോകണം. നോക്കിക്കോളൂ. ഉരുളയുടെ സൈസ് എന്ന് പറയുമ്പോൾ ഇതൊരു ചെറിയ നെല്ലിക്കാട് വലിപ്പം. അത്രയൊന്നും വേണ്ട. കാര്യം ഇതെന്താ പറ്റുന്നതെന്ന് അറിയാമോ? ഈ എത്ര വലിപ്പത്തിലാണ് നമ്മൾ ബോൾ എടുക്കുന്നത്, അതിൻ്റെ ഇരട്ടി സൈസാകും എണ്ണയിൽ വറുത്ത് വരുമ്പോൾ. അപ്പോൾ അതനുസരിച്ചിട്ട് ചെറിയൊരു നാരങ്ങ വലിപ്പത്തിലുള്ള ഉരുള. എണ്ണ നല്ല ചൂടായി കഴിഞ്ഞിട്ട് തീ ഒരൽപ്പം കുറയ്ക്കുക. എന്നിട്ട് നമ്മൾ ഓരോ ഉരുളയായിട്ട് ഒരുപാട് ചൂടിലിട്ട് കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ പുറം കരിയും, അകഭാഗം വേവില്ല. പക്ഷെ അങ്ങനെയല്ല നമുക്ക് വേണ്ടത്. നമുക്ക് സ്ലോ ഫയറിൽ കിടന്നിട്ട് നന്നായിട്ടിത് ഇങ്ങനെ പഫപ്പ് ചെയ്ത് വലുതായി ഡബിൾ സൈസായിട്ട് അകമൊക്കെ വേണ്ട പുറത്തൊരു ഗോൾഡൻ ബ്രൗൺ കളർ ആകണം. ഇതിങ്ങനെ ശരിക്കും ഇങ്ങനെ ചെറുതായിട്ട് ഇങ്ങനെ വെടിച്ചിട്ട് ഇങ്ങനെ എന്താ പറയുക, അതിൻ്റെ ആ ഒരു വലിപ്പം കൂടുന്നതിനനുസരിച്ചിട്ട് അതിങ്ങനെ കുറച്ചൊന്ന് ചെറുതായിട്ട് സ്പ്ലിറ്റ് ആകുന്ന പോലെയൊക്കെ തോന്നും. അതാണ് അതിൻ്റെ ഒരു കറക്റ്റ് രീതി. അപ്പോൾ ശരിക്കും നല്ല പഫപ്പ് ചെയ്തു, നല്ലതായിട്ട് ഇത് മാവ് പൊലിച്ചു വന്നു, അതിൻ്റെയൊക്കെ ലക്ഷണമാണ്. നല്ല ഡോണറ്റായിട്ട് മാറും. അപ്പോൾ നമുക്കൊരു ഗോൾഡൻ ബ്രൗൺ കളറാകുമ്പോൾ എണ്ണയിൽ നിന്ന് മാറ്റാം. അപ്പോൾ ആദ്യത്തെ ലോട്ട് ഞാൻ എടുക്കുകയാണ്. ഇങ്ങനെ കുറേശ്ശെ നമുക്ക് എണ്ണയിൽ നിന്ന് മാറ്റാം. അങ്ങനെ നമ്മുടെ ഡോണറ്റ്സ് എല്ലാം തന്നെ ഞാൻ വറുത്ത് മാറ്റി കഴിഞ്ഞു. അപ്പോൾ ഇനി നമ്മൾ ഡോണറ്റ്സിൽ ചെറിയ ഓട്ടകൾ ഇടണം, അതായത് ചെറിയ ഹോൾ ഉണ്ടാക്കണം. കാര്യം ഇത് ഫില്ലിങ് ആവശ്യമുള്ള കാര്യമാണ് കുറച്ച്. കാര്യം ഇതിനെ ഇങ്ങനെ കഴിച്ചാൽ മധുരം കുറവാണ്. അപ്പോൾ ഇതിനൊരു ഫില്ലിങ് വേണം. ഓരോന്നായിട്ട് എടുത്തിട്ട് ചെറിയ ഡോണറ്റ്സ് ആണ് കണ്ടല്ലോ, അതിനധികം ഇപ്പോൾ എൻ്റെ കയ്യിലൊരു തടിത്തവിയാണ്, അതിൻ്റെ മറുഭാഗം വെച്ചിട്ട് ചെറുതായിട്ട് ഇങ്ങനെ കൊണ്ടിടണം. ഇനി ഇതിൽ ചെയ്യേണ്ട വേറൊരു കാര്യം, ഇതിനെ പൗഡേർഡ് ഷുഗർ, അതായത് പൊടിച്ച പഞ്ചസാര അല്ലെങ്കിൽ ഐസിങ് ഷുഗർ ഏതെങ്കിലും ഉപയോഗിച്ചിട്ട് ഇതൊന്ന് പിന്നെ മുകളിലായിട്ട് ഇങ്ങനെ ഇടണം, റോൾ ചെയ്തെടുക്കുക. സത്യം പറഞ്ഞാൽ ഇങ്ങനെ കംപ്ലീറ്റ് പൊടിച്ച പഞ്ചസാര അല്ലെങ്കിൽ ഐസിങ് ഷുഗർ ഇങ്ങനെ അതിലിങ്ങനെ പറ്റി പിടിക്കണം. ഓരോന്നിട്ട് ഫില്ല് ചെയ്യാം. കുറച്ച് ജാം എടുത്തിട്ട്
അങ്ങനെ നമ്മുടെ ഡോണറ്റ്സിൻ്റെ കുറേ ഭാഗം ഞാൻ ഇങ്ങനെ ആക്കി വെച്ചിരിക്കുകയാണ്. കണ്ടില്ലേ, ഇതാണ് എൻ്റെ ഫൈനൽ പ്രോഡക്റ്റ്. ഈ രീതിയിലാണ് നമ്മൾ തീൻമേശ പുറത്തുകൊണ്ട് വയ്ക്കേണ്ടത്. അപ്പോൾ ഇത് കുട്ടികളുടെ പാർട്ടീസൊക്കെ നടക്കുകയാണെങ്കിൽ, ബർത്ത്ഡേ പാർട്ടീസ്, അതിനെല്ലാം അമ്മമാർക്ക് ചെയ്ത് കൊടുക്കാൻ പറ്റിയൊരു കാര്യമാണ്. അപ്പോൾ എന്തായാലും ഇത് നല്ലൊരു ഐറ്റമായിട്ട് തോന്നുകയാണെങ്കിൽ തീർച്ചയായിട്ടും പരീക്ഷിക്കുക. എല്ലാവർക്കും ഇഷ്ടമാണ്.